എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ ആ ഒരു അഡ്വൈസേഴ്സിനെ കാണിക്കും. അപ്പൊ അവിടേക്ക് ആരോ വരുന്നുണ്ട്. അതാരാണെന്ന് നോക്കിയാ ഡാസോ. അവൻ പറയും അക്കാസ്കി മെമ്പേഴ്സ് അവരിപ്പോ ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ്. അവരൊരു വലിയ ടീം തന്നെയുണ്ട്. അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ ലീഫ് വില്ലേജ് തല്ലി തകർക്കുകയാണ്. അവർക്ക് ആവശ്യം നയൻത് ടെയിലിനെയാണ്. അതിനുവേണ്ടിയാണ് അവർ ഈ ഗ്രാമം മുഴുവൻ കീഴ്മേൽ മറിക്കുന്നത്. ഓൾറെഡി അവർ ഒരുപാട് മോൺസ്റ്റേഴ്സിനെ ഇപ്പൊ കളക്ട് ചെയ്തു. ഇനി അവർക്ക് ആവശ്യം നമ്മുടെ കുട്ടപ്പനെയാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഹൊക്കാഗെ ആന്റി ഇപ്പൊ കുട്ടപ്പനെ ഗ്രാമത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഇപ്പൊ ഉത്തരവിറക്കിയിരിക്കുകയാണ്. അത് കേട്ട അഡ്വൈസേഴ്സ് ഞെട്ടും. അവൾക്കെന്താ വട്ടാണോ? അവക്ക് എല്ലാ കാര്യങ്ങളും വെറും കുട്ടികളി മാത്രമാണ്. എരുതിയിലേക്ക് അവൾ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാസോ പറയും ഒരിക്കലും കുട്ടപ്പൻ ഇവിടേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ അനുവദിക്കരുത്. കട്ട് ചെയ്താ ഇപ്പൊ ഒരുപാട് ശബ്ദം കേട്ടിട്ട് കൊറിയണ സെൻസൈ ആവട്ടെ പുറത്തേക്ക് വരും. അപ്പോഴായിരിക്കും ഗ്രാമത്തിൽ നടക്കുന്ന ഫൈറ്റ് അവൾ കാണുക. ഷിക്കമൊരു ഓടി വന്നിട്ട് പറയും കൊറിയണ സെൻസൈ ഓടിക്കോ, ഇത് ഞങ്ങൾ നോക്കിക്കോളാം, ദയവ് ചെയ്ത് നിങ്ങൾ പുറത്തേക്ക് വരരുത്. പക്ഷെ അപ്പോഴേക്കും ഒരു ഗെഞ്ചിപ്സു ആനിമല് അവൾക്ക് നേരെ വരും. ഷിക്കമൊരു അവന്റെ ടൂൾസ് ഉപയോഗിച്ച് അതിനെ വെട്ടി വീശും. ഷിക്കമൊരു ദേഷ്യപ്പെട്ട് പറയും നിങ്ങൾ ദയവ് ചെയ്ത് അണ്ടർഗ്രൗണ്ടിലേക്ക് പോണം. നിങ്ങൾക്കോ നിങ്ങളുടെ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചാ അതിന്റെ ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ്. അസുമ മാസ്റ്ററിന് ഞാൻ കൊടുത്ത വാക്കാണ്, എനിക്കത് പാലിച്ചേ പറ്റൂ. അത് കേൾക്കുമ്പോ ഇപ്പൊ അവൾക്ക് ഒരുപാട് സന്തോഷമായിട്ട് അവൾ താഴേക്ക് പോവും. പുറത്ത് ജനങ്ങള് അവര് കാറിക്കോവി ഇപ്പൊ അറഞ്ചം പുറഞ്ചം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ബിൽഡിങ്ങുകൾ ഇടിഞ്ഞു വീണ് ജനങ്ങളാവട്ടെ അതിൽ പെട്ട് പെടഞ്ഞു മരിക്കും. സാക്കുറയ്ക്കാണെങ്കില് ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആയിട്ട് നോക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ തവളകളുടെ താഴ്വരയില് ഗ്രാമത്തവള സീരിയസ് ആയിട്ട് കുട്ടപ്പൻ അന്വേഷിച്ച് ഓടി നടക്കുകയാണ്. അതിന് പച്ചത്തവള പറയും അവൻ ഇവിടെ തന്നെ ഉണ്ട്, നീ മുകളിലേക്ക് നോക്ക്. അപ്പൊ മുകളിലായിട്ട് ആ ഒരു മരത്തിന്റെ മേലെ കുട്ടപ്പൻ കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്ത് ആ ഒരു നേച്ചർ പവർ അത് അബ്സോർബ് ചെയ്യാണ്. ഗ്രാമത്തവള അത് കണ്ട് ഇപ്പൊ ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. മാത്രമല്ല കുട്ടപ്പനാവട്ടെ ഇപ്പൊ ചാടിത്തുള്ളി താഴേക്കിറങ്ങി എനിക്കിനി ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അവൻ സ്പീഡിൽ മുൻപോട്ട് ഓടും. പായുടെ കണ്ണുകളാണെങ്കില് അതുകൊണ്ട് നിറയും. വാവ്, എന്റെ ചെക്കൻ അവൻ സൂപ്പറാ. അപ്പൊ ഗാമത്തോളെ വിളിച്ചു ചോദിക്കും കുട്ടപ്പാ നീ എങ്ങോട്ടാ ഓടുന്നേ? കട്ട് ചെയ്താ ഇവിടെ ലീഫ് വില്ലേജില് സാക്കുര ആവട്ടെ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് വരും. ഗ്രാമത്തിലുള്ള ഒരുപാട് പേർക്ക് പരുക്ക് പറ്റി ഹോസ്പിറ്റലിൽ ഫില്ലായിരിക്കുകയാണ്. സാക്കുറയും അവളാ കഴിയുന്ന ട്രീറ്റ്മെന്റ് ഒക്കെ ഇപ്പൊ പേഷ്യൻസിന് കൊടുക്കും. അവൾ ഈനോയെ അന്വേഷിക്കും. ചോച്ചി സാക്കുറയോട് പറയും ഇവിടുത്തെ കാര്യങ്ങള് അത് നീ നോക്കണം. ഗ്രാമത്തിൽ ഇനിയും ഒരുപാട് പേർക്ക് പരുക്ക് പറ്റിയിട്ടുണ്ട്. അവരെ ഇവിടേക്ക് എത്രയും പെട്ടെന്ന് ഞാൻ കൊണ്ടുവരാം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഒക്കാകെ ആവട്ടെ ആ ഒരു ചുമന്ന തവളയോട് കുട്ടപ്പനോട് ഗ്രാമത്തിലേക്ക് വരാനുള്ള ഇൻഫർമേഷൻ അയക്കും. പക്ഷെ അപ്പോഴേക്കും അഡ്വൈസേഴ്സ് അവിടെ വന്ന് അത് തടയും. അവര് പറയും നീ എന്താ പറയണേ, അവർക്ക് ആവശ്യം ഇപ്പൊ കുട്ടപ്പനെയാണ്. അപ്പൊ അവനെ ഇവിടേക്ക് വീണ്ടും വിളിച്ചു വരുത്തിയ അത് വലിയ അപകടമാണ്, നിനക്ക് വട്ടുണ്ടോ ചോദിക്കുമ്പോ അതിന് ഹൊക്കാകെ ആന്റിക്ക് കാലി കയറി ഇപ്പൊ അവര് രണ്ടുപേരെയും കഴുത്തിന് പിടിച്ച് അങ്ങനെ പുറത്തേക്ക് തള്ളും. അവളിപ്പോ ഫ്ലാഷ് ബാക്കില് കുട്ടപ്പൻ അവന്റെ ക്ലൗൺസ് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പൊ ഓർത്തെടുക്കും. അതിനുശേഷം പറഞ്ഞ കാര്യം, മാമൻ പറഞ്ഞ കാര്യം, അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് അവൾ ആലോചിച്ച് അവളുടെ ദേഷ്യം അത് കൂടിക്കൊണ്ടേയിരിക്കും. കട്ട് ചെയ്താ ഇപ്പൊ അഡ്വൈസേഴ്സിന് അവർക്ക് ഒരുപാട് ദേഷ്യം വരും. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഞങ്ങളെ തന്നെ തള്ളി പുറത്താക്കും. അതിന് ഹൊക്കാക അവൾ ടെൻഷനാവും. സ്റ്റോപ്പ് ദ ഫക്ക്. ജിറയ മാമന് പാത്തവളയ്ക്ക് അങ്ങനെ എല്ലാവർക്കും കുട്ടപ്പന് ഒരുപാട് വിശ്വാസമാണ്. എനിക്കും കുട്ടപ്പന് മാത്രമാണ് വിശ്വാസം. ഈ ഒരു അവസ്ഥയില് ഗ്രാമത്തെ രക്ഷിക്കാൻ അവനെ കൊണ്ട് മാത്രമേ കഴിയൂ. നിങ്ങൾക്ക് മാത്രമാണ് അവന് വിശ്വാസം ഇല്ലാത്തെന്ന് പറഞ്ഞ് അവളിപ്പോ ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് ഇപ്പൊ തേർഡ് ഹൊക്കാകെ ആവട്ടെ കുഞ്ഞൻ നറൂട്ടോ കുട്ടപ്പനും അവന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഇപ്പൊ ഒരു പോയം പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. ഹൊക്കാഗയുടെ കവിത കേട്ട് ഇപ്പൊ കുട്ടപ്പനും ടീംസും പൊട്ടിച്ചിരിക്കും. അതിന് എറൂക്ക മാസ്റ്റർ ഇപ്പൊ കുട്ടപ്പനും ടീംസിനെയും വഴക്കു പറയാൻ തുടങ്ങും. ഹൊക്കാഗ പറയും വേണ്ട വേണ്ട, ഇവരുടെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. നിങ്ങൾക്ക് കവിത കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അതിന്റെ സാരാംശം അത് ഞാൻ പറഞ്ഞു തരാം. ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തില് ഈ ഒരു കവിത അത് പ്രാവർത്തികമാക്കപ്പെടുന്നു പറഞ്ഞ് ഹൊക്കാഗെ ആവട്ടെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു കവിതയെക്കുറിച്ച് പറയാൻ തുടങ്ങും. മരത്തിന്റെ ഇലകൾക്ക് അതിന്റെ ശിഖരങ്ങളും ഇലകളും നഷ്ടപ്പെട്ടാലും വീണ്ടും അവയെല്ലാം തന്നെ തളിർത്തു വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതവും ജീവനും എല്ലാം തന്നെ വീണ്ടും വീണ്ടും തളിർത്തു വരട്ടെ. ഹൊക്കാഗ വീണ്ടും ഇപ്പൊ ലേഡി ചിയോ പറഞ്ഞ കാര്യം ആലോചിക്കും. ലേഡി ചിയോ പറയും ഇത്രയും കാലവും ഞാനൊരു പൊട്ട മനസ്സോടുകൂടിയാണ് ജീവിച്ചത്. ഗ്രാമങ്ങളുടെ അതിർവരമ്പുകൾ മറന്ന് സാൻഡ് വില്ലേജും ലീഫ് വില്ലേജും അവര് ജ്യേഷ്ഠാനുജന്മാരെ പോലെ ഫ്യൂച്ചറില്
ഒന്നായി ജീവിക്കട്ടെ. ഇത്രയും കാലവും ഞാൻ തെറ്റായ ജീവിതമാണ് നടത്തിയത്. കാക്കാഷി പറഞ്ഞാണ് സത്യം. കുട്ടപ്പന് ഒരു പ്രത്യേക കഴിവുണ്ട്. നിന്റെ വാക്കുകൾക്ക് മറ്റുള്ളവരുടെ മനസ്സലിയിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. ഇതെപ്പോഴും നിനക്കൊരു അനുഗ്രഹമായി നിന്റെ കൂടെ തന്നെ ഉണ്ടാവട്ടെ. ഉറപ്പായിട്ടും നീ 5th ഹൊക്കാഗെയായി മാറുന്നു പറയും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഹൊക്കാഗെ ആന്റി പറയും ലേഡി ചിയോ പോലും കുട്ടപ്പനിലാണ് വിശ്വാസം അർപ്പിച്ചത്. മാത്രമല്ല എന്റെ പപ്പയും ഗ്രാമത്തിലെ പുൽക്കൊടിക്ക് പോലും അവന് ഒരുപാട് വിശ്വാസമാണ്. കട്ട് ചെയ്ത കുട്ടപ്പൻ അവൻ ഇപ്പോഴും സെയ്ഗ് ജിപ്സു അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഹൊക്കാഗയുടെ മാൻഷനില് അഡ്വൈസേഴ്സ് 2 പേരും അവര് പേടിച്ച് വരച്ച് ഇപ്പൊ ഹൊക്കാഗെ നോക്കിയിരിക്കുകയാണ്. ഹൊക്കാഗ പറയും ഇനി എത്ര കാലാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുക? ഇനിയെങ്കിലും പുതുതലമുറയ്ക്ക് നമ്മളിത് വിട്ടുകൊടുക്കണം. അവരുടെ ഉള്ളിലും ഒരു വിൽ ഓഫ് ഫയർ ഉണ്ട്. ഈ ഗ്രാമത്തെ രക്ഷിക്കാൻ ഇന്ന് അവരെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ എന്ന് പറയുമ്പോ അതിന് അഡ്വൈസേഴ്സ് പറയും നിനക്ക് നീ ഇഷ്ടമുള്ളത് ചെയ്യ്, ഞങ്ങൾക്കിനി കൂടുതലായിട്ട് ഒന്നും തന്നെ പറയാനില്ലെന്ന് പറഞ്ഞ് അവര് പുറത്തേക്ക് പോവും. അപ്പൊ അവിടേക്ക് ഇപ്പൊ അസിസ്റ്റന്റ് ചേച്ചി ആൾ ഓടി വരും. അവൾ ആ റാഡ് കാണിച്ചു കൊടുത്തിട്ട് പറയും ഈ ഒരു റാഡ് യൂസ് ചെയ്ത് ഒരാളുടെ ചക്ര പവർ മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. അപ്പോഴായിരിക്കും ഹൊക്കാഗെ ഫുക്കസുക്കു പറഞ്ഞ കാര്യം ആലോചിക്കുക. ഏതെങ്കിലും ഒരു പെയിൻ അവൻ എന്തെങ്കിലും ഒരു കാഴ്ച കണ്ട അതുടനെ ബാക്കിയുള്ള പെയിനുകൾക്കും അതേ ഇൻഫർമേഷൻ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ റാഡ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അസിസ്റ്റന്റ് ചേച്ചി പറയും എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല, പക്ഷെ ഏകദേശം ഇതിന്റെ ഫംഗ്ഷനിങ് ഒരു റേഡിയോ പോലെയാണ്. ഹൊക്കാഗ പറയും നമ്മുടെ ഗ്രാമം അതിപ്പോ വലിയ ഭീഷണിയിലാണ്. പെയിൻ അവനും ടീമും ചേർന്ന് ഇപ്പൊ നമ്മുടെ ഗ്രാമം തല്ലി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ട അസിസ്റ്റന്റ് ചേച്ചി ആള് ഷോക്കാവും. ഹൊക്കാഗ പറയും ഒട്ടും സമയം കളയാനില്ല, നീ എത്രയും പെട്ടെന്ന് തവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ചുമന്ന തവള ഉടനെ ഇപ്പൊ പുറത്തേക്ക് ഓടും. പിന്നീട് അസിസ്റ്റന്റ് ചേച്ചിയോട് പറയും നീ ഇൻട്രോഗേഷൻ റൂമിൽ പോയി കൂടുതൽ ഇൻഫർമേഷൻ എന്തെങ്കിലും കളക്ട് ചെയ്യാൻ പറ്റുമോ നോക്ക്. അവളുടെ കൂടെ കുറച്ച് അൻപു ബ്ലാക്ക് ഓപ്സിനെ കൂടെ ഹൊക്കാഗേന്റെ അയക്കും. ഞങ്ങൾ ഈ റൂഫിന്റെ മേലെ ഉണ്ടാവും. കട്സുകെ വെച്ച് മാക്സിമം ആൾക്കാരെ ഞങ്ങൾ ഹീൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ചോപ്പൻ തവള അവനിപ്പോ സ്പീഡിൽ മുൻപോട്ട് ഓടും. അപ്പൊ ഡാസോ അവന്റെ കത്തി എടുത്ത് അതിനെ കുത്തി കൊല്ലാണ്. കുട്ടപ്പനെ ഇവിടേക്ക് കൊണ്ടുവരാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ വീണ്ടും തെരുവീതിയിലൂടെ മുൻപോട്ട് നടക്കും. ആ ഒരു കോനോൻ വില്ലെത്തി അവളുടെ പേപ്പർ ഉപയോഗിച്ച് ഒരുപാട് പേരെ ഇപ്പൊ കൊന്നൊടുക്കും. അവർക്ക് എല്ലാവർക്കും അറിയേണ്ടത് കുട്ടപ്പൻ എവിടെയാണെന്നാണ്. ഇവിടെ ഹൊക്കാഗെ ആന്റി ആള് റൂഫ് ടോപ്പിൽ നിന്ന് ഗെഞ്ചിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ ഒച്ചിനെ പുറത്തു കൊണ്ടുവരും. നീ എത്രയും പെട്ടെന്ന് ഗ്രാമത്തിൽ പരുക്ക് പറ്റിയ എല്ലാവരെയും ഉടനെ ഹീൽ ചെയ്യണം. നിനക്ക് ആവശ്യമെങ്കില് എന്റെ പവർ കൂടെ നിനക്ക് അബ്സോർബ് ചെയ്തെടുക്കാം. ഉടനെ ആ ഒരു ഭീമനൊച്ച് ഇപ്പൊ ലക്ഷക്കണക്കിന് കുഞ്ഞു കുഞ്ഞു ഒച്ചായി മാറി ഗ്രാമത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോവും. ഹൊക്കാഗ പറയും എന്തൊക്കെ സംഭവിച്ചാലും ഈ ഗ്രാമത്തെ ഞാൻ തന്നെ രക്ഷിക്കും. ഇത് ഞാൻ തരുന്ന വാക്കാണ്. കട്ട് ചെയ്ത ഇപ്പൊ ഇറൂക്ക സെൻസായി ആരെയും രക്ഷിച്ച് മുൻപോട്ട് ഓടും. അപ്പൊ ആ റിയൽ പെയിൻ യായിക്കോ അവനിപ്പോ ഇറൂക്ക സെൻസായുടെ മുൻപിൽ വരും. അവൻ ചോദിക്കും സത്യം പറയ് കുട്ടപ്പൻ എവിടെ, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നു തള്ളും. ഇറൂക്ക ടെൻഷനായിട്ട് കുട്ടപ്പനെ കുറിച്ച് ആലോചിക്കും. പക്ഷെ പെയിൻ അവൻ ചാടി വീണ് ഇറൂക്കെ അടിക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും കാക്കാഷി അവന്റെ കൈ പിടിച്ചു വലിച്ച് അവനെ തട്ടി താഴെയിടും. കാക്കാഷി പെയിനോട് പറയും നിനക്ക് ചങ്കുറപ്പുണ്ടെങ്കില് ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യ്. അതിന് പെയിൻ അവനിപ്പോ വീണ്ടും വീണ്ടും ചോദിക്കും ആ 9 ടൈൽ കുട്ടപ്പൻ അവനിപ്പോ എവിടെയുണ്ട്? അതിന് കാക്കാഷി പറയും ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാ പോലും ഞങ്ങളുടെ കോമ്പണൻസിനെ ഞങ്ങൾ ഒറ്റിക്കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ അവനെ അട്ടിക്കാനായിട്ട് അവന്റെ അടുത്തേക്ക് ഓടിയെത്തും. അങ്ങനെ 2 ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.